രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ മനസ്സുകൾക്ക് ചങ്കിടിപ്പ് ഉയർന്ന് പ്രത്യേകിച്ച് ഡൽഹിയുടെ ആകാശത്ത് ചങ്കിടിപ്പ് കേട്ടുകൊടുക്കുന്ന സമയമാണ്. തലസ്ഥാനത്തിന്റെ തലവത് നിശ്ചയിക്കുന്ന 70 സീറ്റുകൾ, അതിൽ 36 എന്ന് പറയുന്ന മാജിക് നമ്പർ ആര് മറികടക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. ഗോപികൃഷ്ണൻ, ഇനിയിപ്പോൾ അധിക സമയമില്ല, അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒരു 8:15 കൂടി തന്നെ, ഒരു 8:30 9 മണിയോട് തന്നെ നമുക്ക് കാറ്റെങ്ങോട്ടാണ് ആദ്യ പല സൂചനകൾ നമുക്ക് ഒരു 8:15 കൂടി കിട്ടും. ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നത് കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിലാണ്. ബൽറാം, ഇനി അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു അടിയൊഴുക്ക് ഇതിലെ വിജയം നിശ്ചയിക്കുന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ്. ബൽറാം. ഗോപികൃഷ്ണൻ, തീർച്ചയായും അടിയൊഴുക്കുകൾ ഇത്തവണ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ഈ 3 പ്രധാന ദേശീയ പാർട്ടികൾ ഈ ഡൽഹിയിൽ രംഗത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ വാഗ്ദാനങ്ങളിൽ ഒട്ടും പുറകിലായിരുന്നില്ല. ഏതാണ്ട് ഒരേ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വച്ചാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഉപരിവർഗത്തിന്റെയും മധ്യവർഗത്തിന്റെയും ഒപ്പം തന്നെ അടിസ്ഥാന വർഗത്തിന്റെയും വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലം എന്ന പ്രതീക്ഷ, അതിനുള്ള കാരണങ്ങൾ ആം ആദ്മി പാർട്ടിയും BJPയും നിരത്തുന്നു എങ്കിൽ പോലും ഈ പ്രചരണത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾ ഏത് തരത്തിലാണ് ചിന്തിച്ചിട്ടുണ്ടാവുക, ആരുടെ വാഗ്ദാനങ്ങളായിരിക്കും കൂടുതൽ വിശ്വസിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നിർണായകമാണ്. അതിൽ തങ്ങൾക്ക് ലഭിച്ച വാഗ്ദാനങ്ങളെ മറ്റ് പാർട്ടികൾ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളെക്കാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാകും. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് എക്സിറ്റ് പോളുകളിൽ പൂർണ്ണമായും BJPക്ക് അനുകൂലമാകുന്ന ഒരു തരംഗം പ്രവചിക്കുമ്പോഴും ആം ആദ്മി പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ന്യൂഡൽഹിയിലെ കൗണ്ടിംഗ് സെന്ററിലാണ്. 6 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ഇവിടെയാണ് നടക്കുന്നത്. ന്യൂഡൽഹി മണ്ഡലം, ഒപ്പം ഡൽഹി കന്റോൺമെന്റ്, പട്ടേൽ നഗർ, രാജേന്ദർ നഗർ, RK പുരം, ഗ്രേറ്റർ കൈലാഷ് എന്നീ മണ്ഡലങ്ങളിലെ വോട്ട് എണ്ണുക ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ്. അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് മുമ്പായി തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, കൗണ്ടിംഗ് ഏജന്റുമാർ അടക്കമുള്ളവർ ഇവിടെ എത്തി പരിശോധന പൂർത്തിയാക്കി അകത്ത് കയറിയിരിക്കുകയാണ്. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഈ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പോലീസിനെയും അർദ്ധസൈനിക വിഭാഗത്തെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നു. കൂടാതെ CCTV ക്യാമറകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വലിയ സന്നാഹത്തോടുകൂടിയാണ് ഡൽഹിയിൽ വോട്ടെണ്ണൽ നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ആഘോഷം, ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിൽ തന്നെയാണ് ഡൽഹിയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. നമുക്ക് കാണാം, പതിവില്ലാത്ത രീതിയിൽ തന്നെ പുഷ്പങ്ങൾ കൊണ്ട് തന്നെ ആളുകളെ അല്ലെങ്കിൽ ജനങ്ങളെ സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള ബോർഡുകൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ഡൽഹിയിലെ ജനങ്ങൾ ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളെല്ലാം എത്രത്തോളം ആവേശത്തോടെയാണ്, ആഘോഷത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതിൻ്റെ നേർചിത്രങ്ങളാണ്. 2013 മുൻപ് ഡൽഹിയിൽ ഇത്തരത്തിലൊരു പ്രവചനാതീതമായ സാഹചര്യമുണ്ടായിരുന്നു. അതിന് സമാനമായ ഒരു അവസ്ഥ ഇത്തവണയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഘട്ടത്തിൽ എന്നാൽ ഒരു തൂക്ക് സർക്കാരിനുള്ള സാഹചര്യം തെളിയുകയായിരുന്നു. ആം ആദ്മി പാർട്ടി എന്ന പുതിയ പാർട്ടിയുടെ ആവിർഭാവത്തോടുകൂടി ഏറ്റവും വ്യത്യസ്തമായ ഒരു ചിത്രം ഡൽഹിക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. 67 സീറ്റുകൾ തൊട്ടടുത്ത 2015-ലും 62 സീറ്റുകൾ 2020-ലും നേടിയ ആം ആദ്മി പാർട്ടി ഇത്തവണ വലിയ വെല്ലുവിളി നേരിടുന്നു. അതിന്റെ അടിസ്ഥാനമായ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെപ്പോലും ചോദ്യം ചെയ്തുള്ള പ്രചരണം ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായി. അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി വന്ന പാർട്ടിയിലെ നേതാക്കൾ, ആ മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത നേതാവ് അടക്കമുള്ളവർ അഴിമതി കേസിൽ ജയിലിലാകുന്ന സാഹചര്യമുണ്ടായത് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. അത് എന്നാൽ വോട്ടർമാർ എത്രത്തോളം ആ കേസുകളെ എല്ലാം തന്നെ വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുക ഈ തിരഞ്ഞെടുപ്പിലായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 2020 തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്രത്തോളം ആരോപണങ്ങളെ പാർട്ടി നേരിടേണ്ടി വന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു. മുൻപും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും BJPക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഡൽഹിയിലേത് എങ്കിൽ ഡൽഹിയിലെ സാധാരണക്കാർ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളെ ഈ പ്രചരണങ്ങൾ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകും. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി എന്ന താരതമ്യേന ഏറ്റവും പുതിയ ദേശീയ പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്ന് തീരുമാനിക്കുന്നത് കൂടി ഡൽഹിയിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏറെ ഗൗരവത്തോടെ ആം ആദ്മി പാർട്ടിയും ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്.
സാഹചര്യം ഇത്തവണ മുൻപെല്ലാ സമയത്തും ഉണ്ടായിരുന്നതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് എന്നുള്ളതും നിർണായകമാണ്. BJPക്ക് 27 വർഷത്തിന് ശേഷം ഭരണം പിടിക്കാനുള്ള ഒരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ്. അത് അത്തരത്തിൽ സംഭവിക്കും, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമാണ് സാഹചര്യം എന്ന തരത്തിൽ എക്സിറ്റ് പോളുകൾ വിധി എഴുതുമ്പോഴും ആം ആദ്മി പാർട്ടിയുടെ ആത്മവിശ്വാസം തങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്ത ജനങ്ങളിൽ വലിയൊരു ചോർച്ച ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ആദ്യ വോട്ടുകൾ അല്പസമയം മുമ്പാണ് മനീഷ് സിസോദിയ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത്, ഐ ഹാവ് വർക്ക് ഫോർ പീപ്പിൾ ഓഫ് ഡൽഹി, എഡ്യൂക്കേഷൻ ആൻഡ് ചിൽഡ്രൻ. ഐ ഹാവ് സോട്ട് ഗോഡ്സ് ബ്ലെസ്സിംഗ് ടുഡേ. ഹോപ്പ്ഫുള്ളി ഐ വിൽ അഗൈൻ ഗെറ്റ് ദ ചാൻസ് ടു വർക്ക് ഫോർ ചിൽഡ്രൻ എന്ന് പറയുന്നു. ജംഗ്പുരയിൽ ഇക്കൂടി കടുത്ത മത്സരമാണ്. ജംഗ്പൂരിൽ മാത്രമല്ല, കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹിയിൽ കടുത്ത മത്സരമാണ്. അധ്യക്ഷ മത്സരിക്കുന്ന കൽക്കാജിയിൽ കടുത്ത മത്സരമാണ്. അങ്ങനെ ആപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസും BJPയും അവരുടെ സ്റ്റാർ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ്. അതുകൊണ്ട് പല മണ്ഡലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരികെ